കൊടും ചൂടിൽ പാമ്പുകൾ ജനവാസ മേഖലകളിൽ സാധാരണമായിരിക്കുകയാണ്. വിഷപ്പാമ്പുകളെ കണ്ടാൽ വനം വകുപ്പിന്റെ സഹായം തേടാം. സർപ്പാപ്പ് ഇതിനായി പ്രയോജനപ്പെടുത്താം. വനം വകുപ്പിന്റെ SARPA മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വിവരങ്ങൾ അറിയാനും ബന്ധപ്പെട്ടവരെ പെട്ടെന്ന് വിവരം അറിയിക്കാനും കഴിയും. മുൻകാലങ്ങളിൽ പാമ്പിനെ കണ്ടാലോ കടിച്ചാലോ ഉടൻ തല്ലിക്കൊല്ലുകയോ മറ്റോ ആണ് ചെയ്യുക. ഇത് വനംവകുപ്പ് സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ വനംവകുപ്പ് മനുഷ്യ പാമ്പ് സമ്പർക്കങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനുമായുള്ള ആധുനിക മാർഗമായാണ് സർപ്പാപ്പിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പാമ്പ് ഏതിനത്തിൽ പെട്ടതാണെന്നും കടിയേറ്റ വിവരവും പാമ്പിനെ കണ്ടതുമെല്ലാം ഈ ആപ്പിലൂടെ വനംവകുപ്പിനെ അറിയിക്കുവാനാകും. ആന്റിവനമുള്ള ആശുപത്രികളുടെ പട്ടിക, പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ട വിധം തുടങ്ങിയവയെല്ലാം ഇതുവഴി അറിയാനാകും. പരിശീലനം സിദ്ധിച്ച അംഗീകൃത സ്നേക് റെസ്ക്യൂമാരുടെ സഹായത്തോടെ മനുഷ്യവാസ മേഖലകളിൽ നിന്നും പാമ്പുകളെ ശാസ്ത്രീയമായി പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വിടുന്നതിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ 2020 ഓഗസ്റ്റ് നടപ്പിലാക്കിയതോടെയാണ് സർപ്പ ടീമിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. വിദ്യാർത്ഥികൾക്കായി സർപ്പപാഠം എന്ന പേരിൽ ബോധവൽക്കരണ പരിപാടികളും വിദ്യാലയങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർപ്പസുരക്ഷാ പദ്ധതിയും വനംവകുപ്പ് നടപ്പിലാക്കി വരുന്നു. 2020 ആരംഭിച്ച സർപ്പ പദ്ധതിയിലൂടെ പാമ്പുകടി മൂലമുള്ള മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറി സർപ്പ എന്ന് ടൈപ്പ് ചെയ്തു കൊടുത്താൽ ആപ്പ് ലഭിക്കും. ഇതിൽ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും പാസ്വേഡും നൽകിയാൽ ആപ്പ് ഉപയോഗിക്കാനാവും. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ പാമ്പുകൾ കാണപ്പെടുന്നു. കേരളത്തിലെ കൂടുതലും പാമ്പുകൾ മനുഷ്യജീവൻ ആപത്തുണ്ടാക്കുന്നവയല്ല എങ്കിലും ഏതാണ്ട് 10ഓളം ഇനം പാമ്പുകൾ അപകടകരമായ വിഷമുള്ളവയാണ്. കേരളത്തിൽ 120-ലധികവും ഇന്ത്യയിൽ 340-ലധികവും വ്യത്യസ്ത പാമ്പ് വർഗ്ഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇവയെല്ലാം തന്നെ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. UTV ന്യൂസ്, പാലക്കാട്.